ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു വിഷു സ്പെഷ്യൽ മത്തങ്ങ പായസം ഉണ്ടാക്കിയാലോ? ഈ വീട്ടിൽ ആർക്കും വേണ്ടതൊരു പച്ചക്കറി ആയിട്ടാണ് കേട്ടോ ഈ മത്തങ്ങ. പക്ഷേ ഇന്നത്തെ ദിവസം ഇതിന് ഒടുക്കത്തെ ഡിമാൻഡായിരുന്നു. ഞാനിത് പ്രധാനമായും കാശിക്കുട്ടിന് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കൊച്ചുകുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഇത് അടിപൊളിയാണ്. പക്ഷേ കാശിക്ക് വേണ്ടി ഞാൻ എന്തുണ്ടാക്കിയാലും അവനത് കഴിക്കാറില്ല. അതേ സാധനം വേറെ എവിടെയെങ്കിലും പോയി മാക്ക തിന്നുമ്പോൾ കാലേവാരി നിലത്ത് കൂത്താൻ തോന്നുമെങ്കിലും സ്വന്തം പ്രോപ്പർട്ടി അല്ലെന്ന് വിചാരിച്ച് ഞാനങ്ങ് ക്ഷമിക്കും. ആദ്യം അരിഞ്ഞ് വേവിച്ചെടുത്ത മത്തങ്ങ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ വറുത്ത് മാറ്റിവെക്കാം. ശേഷം ബാക്കി വന്ന നെയ്യിൽ കുറച്ചുകൂടി നെയ്യൊഴിച്ച് ഉടച്ചു വെച്ച മത്തങ്ങയിട്ട് വരട്ടിയെടുക്കുക. മത്തങ്ങ മാവ് പോലെ ഉടച്ചെടുക്കേണ്ട കാര്യമില്ല. പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ എടുത്താൽ മതി. ഇളക്കുമ്പോൾ തീ കുറച്ച് വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇളക്കി മത്തങ്ങ ഒന്ന് വരണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ തേങ്ങാപ്പാലിന് കുറച്ച് മെനക്കേട് കൂടുതലാണ്. തേങ്ങ എടുക്കണം, അതിനുശേഷം അത് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ആയിട്ട് തിരിക്കണം. അതിനേക്കാൾ നല്ലത് പശുവും പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ പണ്ടേ എളുപ്പവഴിയുടെ ആളാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഏലക്ക കൂടി പൊടിച്ചിട്ട് കൊടുക്കാമേ. ഇവിടെ വരെ എല്ലാം വളരെ കൃത്യമായിരുന്നു. ഇനിയാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയത്. പായസത്തിന് കുറച്ച് കൊഴുപ്പൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് പച്ചരി അരച്ച് ചേർക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ കൊഴുപ്പിന് പകരം ഇത് കൊഴുക്കട്ടയായി മാറി എന്നുള്ളതാണ് സത്യം. അതെന്താ സംഭവിച്ചതെന്നറിയോ? നമ്മൾ പച്ചരി എടുക്കുമ്പോൾ അത് കുറച്ച് ലൂസായിട്ട് ഒഴിക്കാൻ നോക്കണം കേട്ടോ. ഞാനിവിടെ ഒഴിച്ചത് കുറച്ച് തിക്കായിട്ടാണ്. അതാണ് ഇങ്ങനെ പറ്റിപ്പോയത്. എന്തായാലും കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം ഞാനതൊന്ന് ഇളക്കി എടുത്തായിരുന്നു കേട്ടോ. ഇനി മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കി ഇതുപോലെ അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി മാക്സിമം ശക്തിയിൽ നമുക്ക് അടികൂട്ടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നമുക്കിതിലിട്ട് കൊടുക്കാം. പരിപാടി കഴിഞ്ഞു. മത്തങ്ങ പായസം റെഡി. ഇനി പച്ചക്കറി വാങ്ങിക്കുമ്പോൾ മത്തങ്ങ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ, അടിപൊളിയാണേ. ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ മത്തങ്ങ പായസം കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്നറിയാൻ. സത്യം പറയാലോ, ഇത് മത്തങ്ങയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുപോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആശിക്കുട്ടന് എന്തായാലും മത്തങ്ങ പായസം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അവനും ആസ്വദിച്ച് കുടിച്ചു. ഇതുവരെ മത്തങ്ങ പായസം കുടിച്ചിട്ടില്ലാത്തവർ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ശരി, വീണ്ടും കാണാം. ബൈ.